ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മൾ നോക്കുന്ന കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് 2026 കറണ്ട് അഫയേഴ്സിലെ രണ്ടാമത്തെ ഭാഗം. ഒന്നാമത്തെ വീഡിയോ കാണാത്തവര് ഒന്നാമത്തെ ഭാഗം കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യമാണ്, ഭൂമിയിൽ നിന്ന് ഒരു പ്രകാശത്തിൽ ലൈറ്റ് ഇയർ ദൂരത്തിൽ എത്തുന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം വോയേജർ 1. ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിൽ പ്രഥമ ഉച്ചകോടിക്ക് വേദിയായ ഇന്ത്യൻ നഗരം മുംബൈ. സ്കൂൾ കലോത്സവം കിരീടം നേടിയത് കണ്ണൂരാണ്. വേദി തൃശൂർ 2026. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുത്ത ആദ്യ മത്സരാർത്ഥി സിയ ഫാത്തിമ. രാജ്യത്തെ ആദ്യ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്ന എവിടെയാണ്? കുർണൂർ ആന്ധ്രാപ്രദേശ്. 2026 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ആരൊക്കെയെന്ന് വെച്ചാൽ അന്റോണിയോ കോസ്റ്റയും അതുപോലെ ഉർല വോൺ ഡെയ്ലർ. സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യർ. ഓസ്ട്രേലിയൻ ഓപ്പണിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വനിത എന്ന നേട്ടം കൈവരിച്ചത് വീനസ് വില്യംസ്. KSEB ഓഫീസുകളിൽ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. 2025-26 വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് കിരീടം ചെയ്തത് വിദർഭ. റെയിൽവേയുടെ പരമോന്നത ബഹുമതിയായ അതിവിശിഷ്ട റെയിൽ സേവാ പുരസ്കാരം ലഭിച്ച RPF ഉദ്യോഗസ്ഥയാണ് ചന്ദന സിൻഹ. ഓർത്തിച്ച് പഠിച്ചോളാം, അത് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റാണ്. സ്ത്രീകളുടെ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കനൽ. ബോളിവുഡ് ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന അനിമേഷൻ ചിത്രമായി മാറിയത് സ്യൂട്ടോപ്പിയ 2. റെസ്പോൺസിബിൾ നാഷൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 16. ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ ഹൈബ്രിഡ് അരി വികസിപ്പിച്ച രാജ്യം ചൈന. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് പദ്ധതി എവിടെയാണ് ആരംഭിച്ചത്? നോർത്ത് ബേ, ആൻഡമാൻ കടൽ. കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ K. സച്ചിദാനന്ദന്റെ ആത്മകഥ അഭിരാമം. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം പ്രമേയമാക്കി 2026-77ാമത് റിപ്പബ്ലിക് ദിന പരേഡിനായി സംഗീതം ചിട്ടപ്പെടുത്തിയത് MM കീരവാണി. മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായി ഡിജിറ്റൽ വൽക്കരണം എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി E-Samth. ഇന്ത്യയിൽ നിർമ്മിച്ച ഗൈഡഡ് പിനാക്ക റോക്കറ്റുകളുടെ ആദ്യ ബാച്ച് ഏത് രാജ്യത്തേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്? അർമേനിയ. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ജീവനോടെ ഉണ്ടോ എന്ന് കണ്ടെത്താൻ യു ആർ ഡെഡ് എന്ന പേരിൽ ആപ്പ് ഇറക്കിയ രാജ്യം ചൈന. സത്യജിത് റായ് ഫിലിം സൊസൈറ്റിയുടെ ആർ യു ഡെഡ് എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കിയതാണ് ചൈന. ഓക്കെ, അടുത്ത സത്യജിത് റായിയുടെ ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റായ് പുരസ്കാരം നേടിയത് TV ചന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കിള്ള കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളം ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങളിൽ നടത്തിയ വ്യാപക പരിശോധന നൽകിയ പേര് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകനായി നിയമിതനായത് അമേലിയ വർദ്ധകർ. ഉറക്കശീലങ്ങളെ അടിസ്ഥാനമാക്കി ആരോഗ്യ പ്രശ്നങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ആദ്യ AI മോഡൽ വികസിപ്പിച്ചത് സ്റ്റാഫോർഡ് യൂണിവേഴ്സിറ്റി, USA. കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് ബ്രഹ്മപുരം, എറണാകുളമാണ് ബ്രഹ്മപുരം. സോമവിമാൻ പർവ് ആഘോഷിച്ച ഗുജറാത്തിലെ ക്ഷേത്രമാണ് സോമനാഥ് ക്ഷേത്രം. ഇപ്പോൾ സോമനാഥ് ക്ഷേത്രം എവിടെയെന്ന് വെച്ചാൽ ഗുജറാത്താണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് 2025 ഓടക്കുഴ പുരസ്കാരം സാഹിത്യ വിമർശകൻ EP രാജഗോപാലനാണ്. അന്തരിച്ച ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഖാലിദ സിയ. സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലവിലുള്ളത് തലശ്ശേരി, കണ്ണൂർ. അടുത്ത 32ാം ചോദ്യം, ഡോക്ടർ വിഷ്ണു ശ്രീധർ വാങ്കർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഗാസ മർഷൽ. 27 വർഷത്തെ സേവനത്തിന് ശേഷം അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വംശീയ ബഹിരാകാശ യാത്രികയാണ് ശ്രീത വില്യംസ്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFന്റെ പുരുഷ യൂണിറ്റിൽ നയിക്കുന്ന ആദ്യ വനിതാ ഉദ്യോഗസ്ഥയാണ് സിമ്രാൻ വാലി. ഗുജറാത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം രാജസ്ഥാൻ.
കേരള കലാമണ്ഡലത്തിൽ നിന്ന് ബിരുദം നേടുന്ന ആദ്യ മലയാളി മുസ്ലിം വനിതയാണ് ഹുസ്ന ഫാനു സുനജ്. ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായി 16 നോമിനേഷനുകൾ നേടിക്കൊണ്ട് മുൻകാല റെക്കോർഡ് തകർത്ത സിനിമയാണ് സിന്നേഴ്സ്. കുട്ടികൾക്ക് സന്തോഷകരവും സമ്മർദ്ദരഹിതവുമായ പഠന അന്തരീക്ഷം ഒരുക്കുന്നതിനായി കേരളത്തിലെ സ്കൂളുകളിൽ കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹം. ഇന്ത്യൻ വ്യോമസേന 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമായി അവതരിപ്പിച്ച പുതിയ ഫ്ലൈ ഫാസ്റ്റ് ഫോർമേഷനാണ് സിന്ധു. ഹൗസ് ഓഫ് ദി ഇന്ത്യ എന്ന പേരിൽ പുതിയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നവിടെയാണ് അബുദാബി. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യമായി യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ വിന്യസിച്ച ഹ്യൂമനോയിഡ് റോബോട്ട് ASC അർജുൻ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയ മുന ദ്വീപ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവമാണ് സവിശേഷി വേദി തിരുവനന്തപുരത്ത്. ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി ഒരു സംസ്ഥാന സൂക്ഷ്മാണുവിനെ സ്റ്റേറ്റ് മൈക്രോബ്സ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ സൂക്ഷ്മാണുവാണ് ബാസിലസ് സെർസിലിസ്. കേരളത്തിലെ ആദ്യ 3D കമ്പ്യൂട്ടർ ഗെയിം തെക്ക് ഐലൻഡ്. രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ 11 ക്ലാസിക്കൽ ഭാഷകളുടെ കൃതികൾ സൂക്ഷിച്ചിരിക്കുന്ന പുതിയ ലൈബ്രറിയുടെ പേര് ഗ്രന്ഥകുടി. ഉപഭോക്താക്കൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇമെയിലുകൾ സ്വയം തയ്യാറാക്കി നൽകുന്നതിനായി ഗൂഗിൾ ജിമെയിൽ അവതരിപ്പിച്ച പുതിയ AI ഫീച്ചറാണ് ഹെൽപ്പ് മീ റൈറ്റ്. കേരളത്തിലെ സഹകരണ മേഖലയിൽ ആദ്യമായി കശുവാങ്ങിയിൽ നിന്ന് ഫെനി എന്ന പേരിൽ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുന്ന സഹകരണ ബാങ്കാണ് പയ്യാവൂർ സർവീസ് സഹകരണം. ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഇവന്റായ വിങ്സ് ഇന്ത്യ 2026 വേദി ബീഗംപേട്ട് എയർപോർട്ട്, ഹൈദരാബാദ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.